എല്ലാവർക്കും നമസ്കാരം. യുആരിയോൺ എന്ന് പറയുന്ന കമ്പനി ഏകദേശം 5 വർഷത്തോളം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലെ രൂപം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോയിൽ കാണാൻ പറ്റും. അതായത് ഏറ്റവും ആദ്യത്തെ രൂപം. അത് ഏകദേശം 6 മാസത്തോളം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയത് പക്ക വർക്കിംഗ് ആണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ബിസിനസ് ആക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഇതൊരു പ്ലാസ്റ്റിക് ബോക്സിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരു 10-15 എണ്ണത്തോളം ഉണ്ടാക്കുകയും അതിൽ ഏകദേശം 14 കംപ്ലൈൻറ്റുകൾ വരികയും ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറിനാണ് കൂടുതൽ കംപ്ലൈൻറ്റുകൾ പറ്റിയത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സെൻസറുകളെ പറ്റി നമുക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെൻസറുകൾ മാറി 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 പരീക്ഷിച്ച് ഏകദേശം 5 വർഷത്തിന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും മികച്ച സെൻസർ എവിടെ നിന്ന് എങ്ങനെയുള്ളതായിരിക്കണം, അത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അത് മെറ്റൽ ബോക്സുമേക്ക് ആക്കി. അപ്പോഴും വലിപ്പത്തിൽ പ്രശ്നം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിലുള്ള എല്ലാ വാട്ടർ ലെവൽ കൺട്രോളറും ഈ ഒരു വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് വലിയ കാര്യമാക്കിയില്ല. കാരണം എല്ലാ വാട്ടർ ലെവൽ കൺട്രോളർ ഈ വലിപ്പമാണല്ലോ എന്നുള്ളത്. എന്നാലും ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ഇങ്ങനെ ഒരു മോഡൽ ഏകദേശം 10-100 ഉണ്ടാക്കി ഞങ്ങൾ വിറ്റു. അപ്പോഴും അതിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ കമ്പോണൻസിലായിരുന്നു. കാരണം കമ്പോണൻസും ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കേരളത്തിനുള്ളിൽ നിന്നും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾ കമ്പോണൻസുകൾ വരുത്തിച്ചു. എല്ലാ സപ്ലൈയേഴ്സും പറയുന്ന പോലെ അവരുടെ കമ്പോണൻസ് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മേടിച്ചത്. പക്ഷേ അതിൽ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ രൂപം ഒന്ന് മാറ്റണം ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ കുറച്ചും കൂടി മാറ്റം വരുത്തി കുറച്ചും കൂടി ഭംഗിയുള്ള രൂപത്തിലേക്ക് ആക്കിയതിൻ്റെ ഒരു രൂപം കൂടെ കാണാം. അപ്പോൾ അതിലും കമ്പോണൻസും ബോർഡും എല്ലാം നമ്മൾ മാറ്റി പരീക്ഷിച്ചു. ഇന്ത്യക്കുള്ളിൽ തന്നെ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷേ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിച്ച അത്ര അവർക്കും ഉണ്ടായിരുന്നില്ല. പല ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ മദർ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുള്ളത്. പക്ഷേ ക്വാളിറ്റി നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും മാറ്റി വലിപ്പത്തിൻ്റെ പ്രശ്നം കാരണം വീണ്ടും വലിപ്പം കുറച്ചു. അതായത് ഈ വലിപ്പത്തിലേക്ക് എത്തിച്ചു. അതായത് മാർക്കറ്റിലുള്ള മറ്റെല്ലാ വാട്ടർ ലെവൽ കൺട്രോളറിനേക്കാളും വലിപ്പം കുറവാണ് ഇതിന്. അപ്പോൾ ഈ ഒരു വലിപ്പം എത്തിച്ചിട്ട് പോലും ആൾക്കാർക്ക് വീണ്ടും വലിപ്പം കുറയണം, ഇത് തള്ളി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും അതിൻ്റെ രൂപം മാറ്റി വീണ്ടും ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ സ്വിച്ചൊക്കെ പുറത്തുണ്ട്, ഒരൊറ്റ LED ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവണില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇതിൽ മാറ്റം വരുത്തി. അങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്, അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ലെവൽ ഇൻഡിക്കേഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിന് തൊട്ട് മുന്നുള്ള ഈ മോഡലിൽ ഒറ്റ LED ഉള്ളൂ. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരു കളർ, വെള്ളം കൂടുതലാണെങ്കിൽ വേറെ കളർ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിൽ സിമ്പിളായിട്ട് ടാങ്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ലെവൽ നോക്കാൻ അറിയാൻ പറ്റും. പിന്നെ മോട്ടറിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേഷൻ LED ഉണ്ട്, അതിൽ നോക്കി കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് യുആരിയോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്കുള്ള ഒരു ജേണി. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്.